വണ്ടി കംപ്ലീറ്റ് പോയി. ഇപ്പൊ എന്തോ വേണം? ഇപ്പോഴാ പറയാം. വണ്ടിയുടെ അല്ലേ? ഞങ്ങൾക്കാകെ വേണ്ടത് ഒട്ടും കൂട്ടി പറയുന്നില്ല 349 രൂപ 95 പൈസ. അത് ശരി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോ. പണം ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കാം. വീട്ടിലേക്ക് കൊടുത്തേക്കാം. വിജയ്, ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവര് ഞങ്ങളുടെ വണ്ടി അവർക്ക് എന്താ വെച്ചാ കൊടുത്തുവിടെ. കണ്ടോ സാറാള് മാന്യനാ. നിങ്ങളെ പോലൊന്നുമല്ല. എത്രന്നാ പറഞ്ഞേ? 349 രൂപ 95 പൈസ അല്ലേ? 95 പൈസ. അപ്പൊ 5 പൈസ അങ്ങോട്ട് കൊടുക്കണം. ബാക്കി 5 പൈസ വീട്ടിൽ കൊടുത്തേക്കാം. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ. ഇതിന്റെ മേളിലായവന്മാരുടെ താമസം. ആ കിളവന്റെ ഒരു എളപ്പം കൊണ്ട് ഓടിച്ചു വിട്ടേര്. തട്ടിക്കളഞ്ഞിട്ടെ. അയ്യോ അത് വേണ്ട, ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് അഴി എണ്ണാൻ ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ നിനക്കറിയാമോ ഞാനാണെന്ന്? അപ്പാജി. താൻ എവിടായിരുന്നടോ ഇത്രയും കാലം? ഒന്നും പറയണ്ട മച്ചമ്പി, കുറെ കാലം പുറത്തായിരുന്നു. പിന്നെ ബോംബെ, കൽക്കട്ട, മദ്രാസ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. താനിപ്പോ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നതൊക്കെ പഴയ തന്നെ. ഗുണ്ടായുസം, കൂലിത്തല്ല്. ആട്ടെ, താൻ എങ്ങനെ കൃത്യമായിട്ട് ഇവിടെ വന്നു? വന്നതല്ലോ, കൊണ്ടുവന്നതാ ആ കീഴത്തെ കേട്ട് കളവൻ എന്റെ മച്ചമ്പിയെ തല്ലിക്കാൻ. ഇവരാരാണെന്നറിയാമോ? എന്റെ ആൾക്കാരാ. മേലാൽ വാടക ചോദിക്കുകയോ അവരെ ശല്യപ്പെടുത്തുകയോ ചെയ്താലുണ്ടല്ലോ ഓടിച്ചു പഠിക്കും. ഓടോ വാ പാജി. Piano for sale. 36/942. Rose Garden. Rose Garden, St. Albert Street. പപ്പ, പപ്പ ഒരു പിയാനോ വിൽക്കാനുണ്ടെന്ന്. പിയാനോ? ഓടാ. ലാഭമുള്ള വല്ല ബിസിനസ് കൊണ്ട് പറ രാവിലെ തന്നെ. ലാഭം ഉണ്ട് പപ്പ. ഒന്നും വേണ്ട. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? തെക്കേക്കര പോൾട്രി ഫാമിൽ 500 കോഴികളെ കൊടുക്കാനുണ്ട്. 100 കോഴിക്ക് ആവറേജ്. അയ്യേ, കോഴിയോ? നാണക്കേട്. കോഴി ബ്രോക്കറാ? പിന്നെ റോഡിലിറങ്ങുമ്പോഴേ ആളുകളെ കോഴിക്ലാസ് കോഴിക്ലാസ് എന്ന് വിളിക്കും. എടാ ഫ്രെഡി, പ്രായവും വിവരമുള്ളവര് പറയുന്നത് കേക്കടാ. പ്രായമൊക്കെ ഉണ്ട്, പക്ഷെ രണ്ടാമത് പറഞ്ഞില്ല. എന്താന്ന്? വിവരം. എന്നാ വിവരമില്ലാത്ത ഞാൻ കോഴിയെ വാങ്ങാൻ തീരുമാനിച്ചു. എന്നാ വിവരമുള്ള ഞാൻ പിയാനോ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നമ്മൾ കോഴിയെ വാങ്ങിക്കുന്നു, നമ്മൾ പിയാനോ വാങ്ങിക്കുന്നു. കോഴിയെ വാങ്ങിക്കുന്നു, പിയാനോ വാങ്ങിക്കുന്നു, കോഴിയെ വാങ്ങിക്കുന്നു. ഓക്കെ. കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്. സാരമില്ല, ഒരു കക്ഷിയുണ്ട്, കാണിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, പിയാനോ അത്ര റഫായി യൂസ് ചെയ്യരുത്.
ഓ ഐ എം സോറി. അവളല്ലാതെ ആരും ഇത് തൊടാറില്ല. തൊടാൻ അവൾ സമ്മതിക്കില്ല. അവക്ക് തീരെ ഇഷ്ടമല്ല വിൽക്കാൻ. പക്ഷേ മിസ്സസ് വില്യംസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ഐ മീൻ വിലയൊന്നും അറിയില്ല. ന്യായമായിട്ട് എന്തെങ്കിലും ന്യായമായിട്ട് ചെയ്യാം. പക്ഷെ ഈ പിയാനോ എന്നൊക്കെ പറയുന്നത് നിത്യോപയോഗ സാധനം അല്ലാത്തത് കൊണ്ട് പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് മോർ. പിന്നെ ഇതുപോലെ വല്ല സാധനവും വിൽക്കാനുണ്ടെങ്കിൽ വെറുതെ പത്രത്തിൽ പരസ്യം ചെയ്ത് പണം കളയണ്ട. ജസ്റ്റ് ഇൻഫോം നിക്കോളാസ് ഫ്രെഡി. என்னம்மா இது அப்படி சொன்னா எப்படி? 15க்கு தானே ஷூட்டிங் வச்சிருக்கு, 25க்கு வரணும் வரஞ்சா எப்படி? நீங்க எனக்கு ரொம்ப வேண்டப்பட்டவர், அது எல்லாருக்கும் தெரியுமே. ஹீரோயினா ஆனா அப்படின்னா அப்படி. நீங்க இல்லாம நான் படம் எடுக்க மாட்டேன் தெரியுமே. 25னா 25. அப்போ எப்போ காணாம்? ഓക്കെ ഓക്കെ, ശരി ശരി. പടം എടുപ്പൊക്കെ നിർത്തി വല്ല റബ്ബർ കച്ചവടം തുടങ്ങിയാൽ എന്തെന്ന് ആലോചിക്കുക. എന്താ പ്രൊഡക്ഷന്റെ ഒരു ചെലവ്. അതിനിടയിൽ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങള്, മറ്റ് ചോട്ടാ ചോട്ടാ പ്രശ്നങ്ങളോ പ്രശ്നങ്ങളാ. അതെ അതെ, എന്റെ പിയാനോയുടെ കാര്യം അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഥയാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടിയാണ് തന്നോട് പിയാനോയ്ക്ക് പറഞ്ഞത്. അപ്പൊ വരുന്നു 2-3 പടങ്ങള്, എല്ലാം മ്യൂസിക്കൽ സബ്ജക്ട്സ്. പടക്കം പൊട്ടുന്ന മാതിരിയല്ലേ പൊട്ടിയത്. അതുകൊണ്ട് ഹീറോയുടെ പ്രൊഫഷൻ ഞങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തി. ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് മാറ്റി ആരാച്ചാരാക്കി. സെന്റിമെന്റ്സ് കിട്ടും. സ്വന്തം മകന്റെ കഴുത്തിൽ കൊലക്കയറിടേണ്ടി വന്ന ആരാച്ചാർ, അയാളുടെ കഥന കഥ. ആരാച്ചാരാണെങ്കിലും അയാൾക്ക് പിയാനോ വായിക്കാമല്ലോ. വായിക്കാം, പക്ഷേ വയലിൻ മതിയെന്നാ ഡയറക്ടർ പറഞ്ഞത്. അപ്പോ പിയാനോ? സോറി, തൽക്കാലം എനിക്ക് വേണ്ട. ഇതാണെങ്കിൽ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എന്നെ 5-6 പ്രാവശ്യമായിട്ട് നടത്തുകയാണല്ലോ. താൻ പറഞ്ഞോണ്ടല്ലേ പിയാനോ വായിച്ചത്? ഈ ആരാച്ചാര് സെന്റിമെന്റ്, എന്റെ ആരാച്ചാര് സെന്റിമെന്റ്. ഞങ്ങൾ ഈ സബ്ജക്റ്റിന്റെ താൻ എന്നെ ആരാച്ചാരാക്കരുത് കേട്ടോ. ആരാച്ചാർ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേടാ പൊന്നു മോനെ ഈ പിയാനോ വേണ്ട വേണ്ടാന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? പപ്പായ്ക്ക് വിവരമില്ലെന്ന്. ഇപ്പൊ എന്തായി? ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ ബിസിനസ്സിന് ഇറങ്ങാവൂ. എടാ വിധി, മനുഷ്യന് പ്രയോജനമുള്ള സാധനം വേണം ബിസിനസ് ചെയ്യാൻ, അല്ലാതെ ചൗപ്പട്ടി വെച്ചോട്ടല്ല. എന്നൊരു കാര്യം ചെയ്യും, ആ. പപ്പ എന്നെ കൊല്ലേ. പിന്നെ അല്ലാണ്ട് ഞാൻ പിന്നെന്താ ചെയ്യാ? നിക്ലാവോസേ, ആ രണ്ടുപേർക്കും ശരിക്കും ഇപ്പൊ ഉറക്കം കിട്ടുന്നുണ്ടോ? കണ്ടിട്ട് ദിവസം കുറെ ആയല്ലോ. ഇതെന്താ നിക്ലാവോസേ? ചവപ്പെട്ടി. കണ്ടാൽ അറിഞ്ഞൂടെ? പിയാനോ. പിയാനോ? അപ്പൊ ഈ പഞ്ചപിടുത്തവും ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് പള്ളിപ്പാട്ട് തുടങ്ങിയോ? അതെ, പിന്നെ ഞാനൊരു കാര്യം പറയാം. ബോട്ട് കരയെ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. മേടിച്ച കാശും പലിശയും തന്നിട്ട് അതങ്ങനെ എടുത്തോണ്ട് പോയിക്കോ. വെറുതെ തല വിളിക്കാൻ പോരാ, വേറെ ആർക്കെങ്കിലും ഞാനത് എടുക്കും. കാശുണ്ട് തരികലിടൂ. ഈ പിയാനോ പിയാനോ ചുവന്ന് നടക്കാത്ത ദിവസം 4-5ആയി. ആരെങ്കിലും ഒന്ന് വാങ്ങണ്ടേ? എന്റെ നിക്കളാവോസേ, പണ്ടൊക്കെ 2-3 ദിവസം പലിശ മുടങ്ങിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ബോട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി 4-5 മീനെങ്കിലും കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയല്ലല്ലോ. മുതലും ഇല്ല, പലിശയും ഇല്ല, ബോട്ടിനാണെങ്കിൽ പണി കഴിഞ്ഞിട്ടുള്ള നേരമില്ല. എന്താടാ മോനെ നീയൊന്നും മിണ്ടാത്തെ? നിനക്ക് ഇങ്ങനത്തെ ഒന്നും കേൾക്കണത് ഇഷ്ടല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? എടാ പലിശ എങ്കിലും തരാൻ. താഴെ കാര്യം ചെയ്യ്, താഴെ എന്റെ ബൈക്ക് കിടപ്പുണ്ട്, അതെടുത്തിട്ട് പോ. പലിശയായിട്ടോ മുതലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. അത് മാത്രം വേണ്ട ഫ്രെഡി. ഈട് തന്ന ഒരെണ്ണം എന്റെ തലയിലുണ്ട്. ഇനി നിന്റെ ബൈക്കും കൂടി ചുമക്കാനുള്ള ത്രാണി ഈ ചേട്ടനില്ലടാ മോനെ. വെറുതെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തരുത്. ഞാൻ പോട്ടെ പോട്ടെ നിക്കളാവോശേ. പിന്നെ പറഞ്ഞില്ല എന്ന് പറയരുത്. ബോട്ടും ചോദിച്ച് ആദ്യം വരുന്ന കൊശവന് ഞാനത് വെക്കും. അതും കൂടെ പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഫ്രെഡി വില്ല.
അത് നിക്കോളാസ് വില്ലയാ. രണ്ടും ഒന്ന് തന്നെയാ. Excuse me.